അത്യുഷ്ണത്തിന്റെ പിടിയിലുള്ള ഫ്രാൻസിലും സ്പെയിനിലും രാക്ഷസ കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുകയാണ്. വിമാനങ്ങളിൽ നിന്ന് വെള്ളവും അഗ്നിശമന ഉപാധികളുമൊക്കെ ചീറ്റിച്ച് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. എന്നാൽ എല്ലാറ്റിനെയും മറികടന്ന് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുകയാണ്. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ വരെയാണ് ഈ തീ എത്തിയെന്നുള്ള മുന്നറിയിപ്പ് ബോർഡോയുടെ മേയർ നൽകുന്നത്. തീ അണയ്ക്കാൻ ആഴ്ചകളെടുക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടലുകൾ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടിയന്തര യോഗം ചേർന്നു. ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചുവെന്നാണ്. അത് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ഹെക്ടർ കാടാണ് കത്തിനശിച്ചത്. വിനോദ്, ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ചൂട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ വലിയ കാട്ടുതീ. അത് വല്ലാത്ത തരത്തിൽ ആ രാജ്യങ്ങളെ ബാധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഒട്ടും നിയന്ത്രിക്കാനാവാത്ത വിധമാണോ ഇപ്പോൾ കാട്ടുതീ പടർന്നു കയറുന്നത്? രഞ്ജിത്ത്, ഫയർ ക്ലൗഡ് എന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ഈ കാട്ടുതീയുണ്ട്, ഇതിന് പുറമെയാണ് രാക്ഷസ മേഘങ്ങൾ. ഈ മേഘങ്ങൾ തീഗോളങ്ങളായി പല സ്ഥലങ്ങളിലേക്ക്, അതായത് ഈ വനമേഖലയിൽ തന്നെ പലയിടങ്ങളിലായി വീണ്ടും അഗ്നിബാധ സൃഷ്ടിക്കുന്നു. ഇത് എത്ര കണ്ട് മനുഷ്യസാധ്യമായ രീതിയിൽ ഇത് തീ കെടുത്താനുള്ള ശ്രമം നടക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുന്നത്. ഇത് എത്ര കണ്ട് തടയാൻ കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ കാട്ടുതീ ഉണ്ട്. ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയാണ്. ഫ്രാൻസിലെ ബോർഡോ എന്ന നഗരം, അതിന് ഏറ്റവും അടുത്ത് 15 കിലോമീറ്റർ അകലെ വരെ ഈ കാട്ടുതീ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് 10,000-കണക്കിന് ആളുകളെയാണ് നഗരത്തിൽ നിന്ന് ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുന്നത്. ഈ തരത്തിൽ 5 ലക്ഷം ആളുകളെയെങ്കിലും, വിവിധ രാജ്യങ്ങളിൽ നിന്നായി 5 ലക്ഷം ആളുകളെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. നിരവധി വീടുകൾ ഒഴിപ്പിക്കുന്നുണ്ട്. ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിരവധി പ്രവർത്തകർ, അതായത് അഗ്നിശമന സേനാംഗങ്ങളും സൈനികരും അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ട്. മൃഗങ്ങളെ അടക്കം കഴിയാവുന്നതും രക്ഷിക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യങ്ങൾ അവരെല്ലാം തന്നെ അവരുടെ സൈനിക ശക്തി മുഴുവൻ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. സ്പെയിനിലെ ജിറോണ്ട്, മാഡ്രിഡ്, അവില, ഗോഡലഹാര തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കാട്ടുതീയുടെ ഭീഷണിയിലാണ്. ഇതിൽ ജിറോണ്ട് സ്പെയിനിലെ ഏറ്റവും വലിയ ഈ വൈൻ നിർമ്മാണ കേന്ദ്രമാണ്. അത്രയും കണ്ട് വലിയൊരു നഗരമാണ്. ആ നഗരത്തിന് തൊട്ടടുത്ത് വരെ ഈ കാട്ടുതീ എത്തുന്ന സാഹചര്യമുണ്ട്. പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ ക്ലൗഡാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. രഞ്ജിത്ത്, ഈ സാഹചര്യവുമായി ചേർന്ന് നിൽക്കുമോ എന്നത് വ്യക്തമല്ല. എങ്കിലും പറയുകയാണ്, നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ്. അവർ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാറ്റോയുടെ സമ്മേളനമുണ്ട്. അവിടെ ട്രംപ് സംസാരിക്കുമ്പോൾ ട്രംപിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂറോപ്പ് പൂർണ്ണമായും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഒരു യുദ്ധം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്കാണ് അവിടുത്തെ രാജ്യങ്ങൾ പോകുന്നത്. അവിടുത്തെ ഒരു നമുക്ക് സാമൂഹ്യ അന്തരീക്ഷം കൂടി, അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 1949 ഫ്രാൻസിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതിനുശേഷം 2000-ന് ശേഷമാണ് പലപ്പോഴും സ്പെയിനിലും ഫ്രാൻസിലും പോർച്ചുഗലിലുമൊക്കെ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ്. ക്രമാനുഗതമായി അവിടെ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് വളരെ തണുപ്പുള്ള രാജ്യങ്ങളാണ്. മറ്റ് സമയങ്ങളിൽ, ഈ തീർത്തും തണുപ്പില്ലാത്ത സമയങ്ങളിൽ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയാണ്. ചൂട് എന്നത് പലപ്പോഴും അവരെ അങ്ങനെ അത്ര കണ്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള രാജ്യങ്ങൾ, നമുക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, കേരളത്തിലൊക്കെ വലിയ ചൂട് അനുഭവപ്പെടും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചൂട് വരും. പക്ഷേ സൂര്യൻ്റെ നേരിട്ടുള്ള ഒരു വികിരണം, അല്ലെങ്കിൽ ആ താപം നേരിട്ട് ഏൽക്കാത്ത പ്രദേശങ്ങളാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ. മഞ്ഞുമൂടിയ പ്രദേശങ്ങളാണ്. അവിടെയാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതും വലിയ കാട്ടുതീയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. ഏതായിരുന്നാലും ഉക്രൈനൊക്കെ അവരുടെ അടുത്ത് വരുന്ന രാജ്യമാണ്. റഷ്യയുമായി ചേർന്ന് ഉക്രൈനും യുദ്ധം നടത്തുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആകെ പരിഭ്രാന്തരാണ്. അവർക്ക് ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം ജീവനും കയ്യിൽ കൊണ്ട് ഓടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്
ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂട് വല്ലാതെ വർദ്ധിക്കുന്നു. അവർക്ക് ആ കാലാവസ്ഥ 40 ഡിഗ്രിക്ക് മുകളിലൊക്കെ വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ കാട്ടുതീ വ്യാപകമാകുന്നത്. മനുഷ്യനിർമ്മിതമാണ് കാട്ടുതീ എന്നുള്ള ആക്ഷേപം ഒരു തലത്തിലുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വ്യക്തത വരണം. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ രാജ്യങ്ങൾ വിചാരിച്ചിട്ട് പോലും ഈ കാട്ടുതീ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ കഷ്ടം.